നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം. സിനിമാ ഷൂട്ടിങ്ങിനായി 25 മുതൽ നവാസും സംഘവും ചോറ്റാനിക്കരയിലെ ലോഡ്ജിലായിരുന്നു താമസം. ഇന്നലെ വരെയാണ് സംഘം മുറിയെടുത്തിരുന്നത്. മറ്റെല്ലാ മുറികളും ഒഴിഞ്ഞെങ്കിലും നവാസിന്റെ മുറിയുടെ താക്കോൽ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ജീവനക്കാർ രാത്രി 9-ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് മുറിയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ ചോറ്റാനിക്കരയിലെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം രാത്രി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് അന്തരിച്ച നടൻ അബൂബക്കറിന്റെ മകനാണ്. ആലുവ 4-ാം മൈലിലെ വീട്ടിലായിരുന്നു താമസം. നടി രഹ്നയാണ് ഭാര്യ. മക്കൾ നഹ്റിൻ, റിഹാൻ, റിദ്വാൻ. മഴവിൽ മനോരമയിലെ മറിമായം പരമ്പരയിലൂടെ ശ്രദ്ധേയനായ റിയാസ് ബക്കർ സഹോദരനാണ്. മിമിക്രി വേദിയിലൂടെ ശ്രദ്ധേയനായ കലാഭവൻ നവാസ് 1995-ൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ചുവടുവയ്ക്കുന്നത്. ഹിറ്റ്ലർ ബ്രദേഴ്സ്, ജൂനിയർ മാൻഡ്രോക്ക്, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്താമാമ, തില്ലാന തില്ലാന തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലാണ് അവസാന ചിത്രം. അടുത്തിടെ പുറത്തിറങ്ങിയ ഇഴ എന്ന ചിത്രത്തിൽ നവാസും രഹ്നയും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചിരുന്നു. മിമിക്രി വേദികളെ കുടുകുടാ ചിരിപ്പിച്ച സിംഗിൾ മാൻ ഷോകളിലൂടെ നവാസ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നന്നായി പാടാനറിയാവുന്ന അദ്ദേഹം മികച്ച പാരഡി ഗാനങ്ങളിലൂടെയും ജനകീയനായി. ഗായിക എസ് ജാനകിയുടെ ശബ്ദം അതിമനോഹരമായി വേദികളിൽ അവതരിപ്പിച്ചു. SP ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ മറ്റ് ഒട്ടേറെ ഗായകരുടെ ശബ്ദവും അനുകരിക്കുമായിരുന്നു. 1998-ൽ പുറത്തിറങ്ങിയ മാട്ടുപ്പെട്ടി മച്ചാൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് 40ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും മിമിക്രിയിലെന്ന പോലെ നവാസ് സിനിമാ രംഗത്ത് സജീവമായില്ല. സ്റ്റേജ് പ്രോഗ്രാമുകളുടെ തിരക്കുകൾ മൂലം സിനിമയെ ഗൗരവമായി എടുത്തിരുന്നില്ല എന്ന് നവാസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലെ നീലാകാശം നിറയെ എന്ന സിനിമയിൽ ഒന്നിച്ചഭിനയിച്ച ശേഷമാണ് നവാസും രഹ്നയും വിവാഹിതരാകുന്നത്. രഹ്ന പിന്നീട് സിനിമയിൽ നിന്നും മാറി നിന്നു. ഇരുവരും രണ്ടാമത് ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ഇഴ. മകൾ നഹ്റിനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കലാഭവൻ എന്ന ചിരി ബ്രാൻഡിന്റെ ഏറ്റവും പ്രശസ്തമായ മേൽവിലാസമായിരുന്നു കലാഭവൻ നവാസ്. ആ ചിരി മാഞ്ഞു എന്ന് സുഹൃത്തുക്കൾക്കും ആസ്വാദകർക്കും വിശ്വസിക്കാനാകുന്നില്ല. നാടകത്തിലൂടെ വന്ന സിനിമയിൽ ശ്രദ്ധേയനായ അബൂബക്കറിന്റെ മകന് അനായാസ അഭിനയശേഷി പാരമ്പര്യമായി കിട്ടിയതാണ്. വാത്സല്യം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മേലേടത്ത് രാഘവൻ നായരുടെ അമ്മാവനായി അഭിനയിച്ച അബൂബക്കറിന്റെ കഥാപാത്രം മലയാളികൾക്കു മറക്കാനാവില്ല. 1993-ൽ KS പ്രസാദാണ് നവാസിനെ കലാഭവനിലെത്തിച്ചത്. സിനിമയിൽ തുടക്കകാലത്ത് തുടർച്ചയായ കോമഡി കഥാപാത്രങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതും. ആ ചിരി മാഞ്ഞു എന്ന് സുഹൃത്തുക്കൾക്കും ആസ്വാദകർക്കും വിശ്വസിക്കാനാകുന്നില്ല.